വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറി പറയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ശാരിക KB അവരുടെ സ്റ്റോറി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു സുധിയാണ് സ്റ്റോറി പറഞ്ഞത്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അടുത്തത് അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും എനിക്കതൊരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പുള്ളിക്കാരത്തി നമ്മുടെ എല്ലാ വിഷമഘട്ടത്തിലും അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കതൊരു ഉള്ളിലേക്ക് അത്രയും ഗ്രേറ്റ് ഫാദർ എന്നുള്ളൊരു ഒരു ഫാദർ ഫിഗർ ആണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടിയില്ല. പിന്നെ അത് കൂടാതെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, കല്യാണം കഴിച്ച് പോയാൽ കൂടെയും ഭർത്താവിൻ്റെ ഫ്രണ്ടിലിട്ട് പോലും അച്ഛൻ തല്ലും, അത്ര സ്ട്രോങ് ആണ് എൻ്റെ അച്ഛൻ. എത്ര സ്ട്രോങ് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, അത് പാരൻസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തല്ലുന്നത് അത് തെറ്റ് തന്നെയാണ്. അത് ഇത്ര വലിയ കാര്യമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. അത് എനിക്ക് വലിയ റൈറ്റായിട്ടൊന്നും തോന്നിയില്ല. അതേപോലെ തന്നെ പുള്ളിക്കാരത്തെയും പ്രൊഫഷൻ്റെ കാര്യം പറയുന്നുണ്ട്, ഞാൻ നേഴ്സിങ്ങിന് പോയി, പക്ഷേ നേഴ്സിങ് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ബ്ലഡ് കണ്ടപ്പോൾ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോന്നു. ഈ നേഴ്സാവാൻ പോകുന്ന ആൾക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഈ ബ്ലഡൊക്കെ കാണേണ്ടി വരും എന്നുള്ള കാര്യം. ഇതൊന്നും അറിയാണ്ടാണോ നേഴ്സിങ്ങിന് പോയത്? ബാംഗ്ലൂരിൽ നിന്ന് കണ്ടപ്പോൾ മാത്രമായിട്ട് ചാടി ഓടി കയറിപ്പോയാൽ. പിന്നെയാണ് 1-2 ജോബ്സൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ഏവിയേഷനിലേക്ക് വന്നു. ചാനലിൽ വന്ന് പറഞ്ഞത് അവർ 1-2 സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തു എന്നാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളെ കണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോയി എന്നുള്ളതാണ്. ഇതിലേതാ സത്യം എന്നുള്ളത് പുള്ളിക്കാരത്തി തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടാത്ത രീതിയിലാണ് ഇപ്പോഴും പുള്ളിക്കാരത്തി സംസാരിച്ചത്. പക്ഷേ കുറേ പുള്ളി റിയാക്ഷൻ ഇട്ട് അത് വലിയ സംഭവമാക്കി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് അത് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. ടു ബി ഓണസ്റ്റ്, ഒട്ടും ഫീൽ ചെയ്തില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.